Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. തിരഞ്ഞെടുപ്പ് ചൂടിൽ പയ്യന്നൂർ നഗരസഭ. ന്യൂസ് അവറിൽ ആദ്യം കാണാം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ നഗരസഭാ തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും വൻ ജനാവലിയോടൊപ്പം പ്രകടനമായി നഗരസഭയിലെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ആലപ്പടമ്പ ഏറ്റുകുടുക്കയിലെ BLO അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഫോൺ സമഗ്രമായി പരിശോധിക്കാൻ പോലീസ്. ആത്മഹത്യയിലേക്ക് നയിച്ച മുഴുവൻ കാരണങ്ങളും പരിശോധിക്കുവാൻ തീരുമാനം. പയ്യന്നൂരിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ച് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് നേതൃത്വം. വഴിയോര കച്ചവടം കാരണം പയ്യന്നൂരിലെ വ്യാപാരികൾക്ക് വ്യാപാരമാന്ദ്യം അനുഭവപ്പെടുന്നുവെന്നാരോപിച്ചാണ് വ്യാപാരികളുടെ ഇടപെടൽ. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. DCC നിർവാഹക സമിതി അംഗം DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകൾ. പയ്യന്നൂർ നഗരസഭാ തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും വൻ ജനാവലിയോടൊപ്പം പ്രകടനമായി നഗരസഭയിലെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പയ്യന്നൂർ നഗരസഭയിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. AKG ഭവനിൽ നിന്നും പ്രകടനമായി എത്തിയാണ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായ K അനീഷ്, T മധു എന്നിവർ മുമ്പാകെ പത്രിക നൽകിയത്. നേതാക്കളായ TI മധുസൂദനൻ MLA, അഡ്വക്കേറ്റ് P സന്തോഷ്, KV ബാബു, V ബാലൻ, KK ഗംഗാധരൻ, C കൃഷ്ണൻ, K ഹരിഹർകുമാർ, PV ദാസൻ, OT സുജേഷ്, ATP ഫാറൂഖ് തുടങ്ങിയവർക്കൊപ്പമാണ് സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിനെത്തിയത്. പയ്യന്നൂർ നഗരസഭയിൽ ആകെയുള്ള 46 വാർഡുകളിൽ 39 എണ്ണത്തിൽ CPIM-ഉം 2 വാർഡുകളിൽ CPI-യും ഓരോ വാർഡിൽ കോൺഗ്രസ് S-ഉം ജനതാദളും INL-ഉം മത്സരിക്കും. മറ്റ് 2 വാർഡുകളിൽ LDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സരിക്കും. പത്രികാ സമർപ്പണം നടന്നതോടെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചരണ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകും. ആലപ്പടമ്പ ഏറ്റുകുടുക്കയിലെ BLO അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഫോൺ സമഗ്രമായി പരിശോധിക്കാൻ പോലീസ്. ആത്മഹത്യയിലേക്ക് നയിച്ച മുഴുവൻ കാരണങ്ങളും പരിശോധിക്കുവാനാണ് തീരുമാനം. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ബൂത്ത് ലെവൽ ഓഫീസർ ആലപ്പടമ്പ ഏറ്റുകുടുക്കയിലെ അനീഷ് ജോർജിന്റെ മരണത്തിൽ ഫോൺ പോലീസ് വിശദമായി പരിശോധിക്കും. കോൺഗ്രസ് നേതാവ് വൈശാഖുമായി BLO അനീഷ് ജോർജ് നടത്തിയെന്ന് പറയുന്ന ഫോൺ സംഭാഷണത്തിന്റെ ആധികാരികതയും പരിശോധിക്കും. സംഭാഷണത്തിന്റെ ഓഡിയോ ക്ലിപ്പ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അനീഷിനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ സമ്മർദ്ദത്തിലാക്കിയോ എന്ന് പരിശോധിക്കും. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. പെരിങ്ങോം SHO മഹേഷ് കണ്ടമ്പത്തിനാണ് അന്വേഷണ ചുമതല. ഞായറാഴ്ചയാണ് അനീഷ് ആത്മഹത്യ ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂരിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ച് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് നേതൃത്വം. വഴിയോര കച്ചവടം കാരണം പയ്യന്നൂരിലെ വ്യാപാരികൾക്ക് വ്യാപാരമാന്ദ്യം അനുഭവപ്പെടുന്നുവെന്നാരോപിച്ചാണ് വ്യാപാരികളുടെ ഇടപെടൽ. അടിക്കടിക്ക് ഇനി താമസിക്കുന്നെടുത്ത് അവസാനിക്കണം.
പയ്യന്നൂരിലെ വഴിയോര കച്ചവടക്കാർക്കെതിരെ നടപടിയുമായി ചേംബർ ഓഫ് കൊമേഴ്സ്. വഴിയോര കച്ചവടം കാരണം പയ്യന്നൂരിലെ വ്യാപാരികൾക്ക് വ്യാപാരമാന്ദ്യം അനുഭവപ്പെടുന്നുവെന്നാരോപിച്ചാണ് വ്യാപാരികളുടെ ഇടപെടൽ. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാറിന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചത് പയ്യന്നൂർ നഗരത്തിൽ ചെറിയ രീതിയിൽ തർക്കത്തിനിടയാക്കി. വഴിയോര വാണിഭത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുവാൻ വേണ്ടി പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അതിന് ചേംബറിൻ്റെ ഭാരവാഹികൾ ഇങ്ങനെ വഴിയോര കച്ചവടക്കാരോട് ഞങ്ങൾ സംബന്ധിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് നമുക്കിത് എടുക്കാൻ കഴിയില്ല, നമുക്ക് പാവപ്പെട്ടവരാണ് എന്നൊക്കെ പല മുടന്ത ന്യായങ്ങളും പറഞ്ഞിട്ട് അതിനെ അനുകൂലിക്കുകയാണ്. നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ഇത് മുനിസിപ്പാലിറ്റിയായിട്ടും പോലീസുമായിട്ടും നമ്മൾ ബന്ധപ്പെടുകയാണ്. ഈ വഴിയോര വാണിഭം ഇങ്ങനെ തഴച്ച് വളരുമ്പോൾ നമ്മുടെ ഷോപ്പുകളിലെ സാധനങ്ങളൊക്കെ നമ്മളും പുറത്ത് സാധനം വെച്ചിട്ട് നമ്മളും കച്ചവടം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും. തെരുവോരങ്ങളിൽ കച്ചവടം ചെയ്യുന്ന തൊഴിലാളികളെ ഒഴിപ്പിക്കുന്നത് നീതീകരിക്കാനാകില്ലെന്നും വഴിയോര കച്ചവടം വഴി ഉപജീവനം നടത്തുന്ന നിരവധി കുടുംബങ്ങളുണ്ടെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള വഴിയോര കച്ചവടക്കാരെ സംരക്ഷിക്കുന്നതിനായുള്ള നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർക്ക് ലൈസൻസ് നൽകാൻ നടപടി സ്വീകരിച്ചു വരികയാണെന്നും വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ നേതാക്കൾ അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കുറേ ആളുകൾ ഇന്ന് വന്ന് ഈ തെരുവോരങ്ങളിൽ കച്ചവടം നടത്തി വരുന്ന തൊഴിലാളികൾ തൊഴിൽ ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഒരു തരത്തിലും അത് നീതീകരിക്കത്തക്കതല്ല. ലൈസൻസ് ഇല്ലാത്ത ആളുകൾ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും പോലീസുമാണ്. അതല്ലാതെ കണ്ട് നേരിട്ട് പോയിട്ട് ഇത് നടത്താൻ വേണ്ടി പറ്റില്ല എന്നൊരു നിലപാട് സ്വാഭാവികമായിട്ടും സംഘർഷത്തിന് ഇടയാക്കും. ആ ഒരു നിലപാട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. DCC നിർവാഹക സമിതി അംഗം DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ പരിപാടി DCC നിർവാഹക സമിതി അംഗം DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. K ജയരാജ് അധ്യക്ഷത വഹിച്ചു. ഇത്രയും വിപ്ലവകരമായ ഒരു ഭരണാധികാരിയായി ലോകത്തിലെ തന്നെ മാധ്യമങ്ങൾ വളർത്തിയത് ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇന്ദിരാഗാന്ധി PT അനിൽകുമാർ, ഉമ്മർ M, KK ഫൽഗുനൻ, N ഗംഗാധരൻ, EP ബാലകൃഷ്ണൻ, കാരിയിൽ സുകുമാരൻ, അർഷാദ് കൗവായി, ജിതേഷ് PB തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൗതുകമുണർത്തി പയ്യന്നൂരിൽ LDF സ്ഥാനാർത്ഥി ദമ്പതികൾ. 35-ാം വാർഡിൽ LDF വനിതാ സ്ഥാനാർത്ഥിയായി ഖൈറു മത്സരിക്കുമ്പോൾ 31-ാം വാർഡിൽ ഖൈറുവിന്റെ ഭർത്താവ് മൊയ്തീൻ കുട്ടി എന്ന കുഞ്ഞൂട്ടിയാണ് ജനവിധി തേടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണച്ചൂട് പതിയെ കൂടുന്നതിനിടയിൽ പയ്യന്നൂരിൽ നിന്നും ഒരു കൗതുകകരമായ സ്ഥാനാർത്ഥി ചിത്രം. ഇവിടെ ഒരേ സമയം 2 വാർഡുകളിലേക്ക് മത്സരിക്കുന്നത് ദമ്പതികളാണ്. 35-ാം വാർഡ് തായ്നരി വെസ്റ്റിൽ LDF വനിതാ സ്ഥാനാർത്ഥിയായി ഖൈറു മത്സരിക്കുമ്പോൾ 31-ാം വാർഡ് കൊറ്റിയിൽ ഖൈറുവിന്റെ ഭർത്താവ് മൊയ്തീൻകുട്ടി എന്ന കുഞ്ഞൂട്ടിയാണ് ജനവിധി തേടുന്നത്. ഭാര്യയും ഭർത്താവും ഒരേ മുന്നണിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത് നാട്ടുകാർക്കിടയിൽ ചർച്ചയായിരിക്കുകയാണ്. മികച്ച ആത്മവിശ്വാസത്തോടെയാണ് ഇരുവരും പ്രചരണ രംഗത്ത് സജീവമായിട്ടുള്ളത്. 31-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായ കുഞ്ഞൂട്ടി CPIM കൊറ്റി ബ്രാഞ്ച് അംഗവും മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. നാട്ടുകാർക്കിടയിലുള്ള ജനസമ്മതിയാണ് കുഞ്ഞൂട്ടിയുടെ പ്രധാന കൈമുതൽ. പ്രദേശവാസികളുമായുള്ള അടുത്ത ബന്ധവും സൗഹൃദവുമാണ് അദ്ദേഹത്തിന്റെ വിജയപ്രതീക്ഷ. അപ്പോൾ എന്താണ് ഈ ഒരു എല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന കാര്യമല്ല, എന്നാലും LDFന് 2 സ്ഥാനാർത്ഥികളാണ്, നിങ്ങൾ 2 പേരും ഭാര്യയും ഭർത്താവും. അപ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? സത്യത്തിൽ സ്ഥാനാർത്ഥിത്വം ഞാനും വൈഫും പ്രതീക്ഷിച്ചതല്ല. പാർട്ടി എന്നിൽ എന്തെങ്കിലും ഗുണങ്ങൾ കണ്ടുകൊണ്ട് ഈ സ്ഥാനാർത്ഥി എന്നെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ അത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ IRPC വാളണ്ടിയറാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പയ്യന്നൂർ എൻ്റെ 31-ാം വാർഡിൽ ഞാൻ സജീവ പ്രവർത്തകനാണ്. അവിടെ എന്ത് ആവശ്യം വന്നാലും എല്ലാ വീട്ടുകാരും എന്നെ ബന്ധപ്പെടലുണ്ട്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യലുണ്ട്. അതുമായി തന്നെ തുടർന്നും എന്തെങ്കിലും എൻ്റെ മുമ്പിൽ കാണുന്ന അപകടങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വഴിയിൽ കൂടും. അത് ഞാൻ ഏത് ബൈക്ക് പോയാലും അത് പ്രത്യേകം പറയാൻ കാരണം നമ്മൾ പല സ്ഥലത്ത് യാത്ര ചെയ്ത ആൾക്കാരാണ്. നമ്മളൊരു യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ബന്ധുക്കളൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നമുക്ക് അവരെ സഹായിക്കേണ്ടത് പിന്നെ ബന്ധുക്കളിൽ വരും. പക്ഷെ അത് ജീവൻ രക്ഷിക്കുന്ന ഏറ്റവും വലിയ പ്രാധാന്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ 10 മണി 11 മണി 10 മണിക്ക് ഞങ്ങളെല്ലാം വിളിക്കും. അപ്പം
എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ അത് ആരെയും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ലാന്ന് പറയും. അപ്പോൾ എൻ്റെ ആ പ്രവൃത്തിയിലും ഇവളെ ഫുൾ സപ്പോർട്ടുണ്ട്. അപ്പോൾ എൻ്റെ മാതൃക ഇവൾ പിന്തുടരും എന്ന് പാർട്ടിക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇവളെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. 35-ാം വാർഡിലെ വനിതാ സ്ഥാനാർത്ഥിയായ ഖൈറു CPIM തായ്നേരി സെൻട്രൽ ബ്രാഞ്ച് അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റി അംഗവുമാണ്. കുടുംബശ്രീ ADS വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ച ഖൈറു തന്റെ സംഘടനാപരമായ അനുഭവങ്ങൾ വോട്ടാക്കി മാറ്റാമെന്ന പ്രതീക്ഷയിലാണ്. ഭാര്യന്റെ വിജയത്തിലും ഭർത്താവ് 100% ഓക്കെയാണ്, റെഡിയാണ്, ജയിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ജനങ്ങളുടെ എടുക്കുന്നുള്ള പ്രതികരണം? ഇപ്പോൾ വീട് കയറാൻ പോയത് കുഴപ്പമില്ല, നല്ല പ്രതികരണമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളെ വാർഡ് ഇതുവരെ എനിക്ക് മുമ്പേ ഉള്ളത് തന്നെ അറിയാം, ലീഗുകാരും കോൺഗ്രസ്സുകാരും വന്ന് ഇങ്ങനെ നമ്മളെ വാർഡ് ഭരിച്ചുകൊണ്ട് നിന്ന് ഇതുവരെ നമുക്ക് മാർക്സിസ്റ്റിനും കിട്ടിയിട്ട. എന്ത് വന്നാലും ഇപ്രാവശ്യം LDF തന്നെ ഉറപ്പിച്ച് വിജയം നമുക്ക് തന്നെ കിട്ടുന്നില്ല പ്രതീക്ഷയാണ്. അത്രയും നല്ലൊരു ആൾക്കാരോടിൽ ഇടപഴകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇനിയും വരണം, ഇനിയും പുതുതായിട്ട് നമുക്കിവിടെ ഒരുപാട് വികസനം വരേണ്ടതാണ് നമ്മുടെ നാട്ടിൽ. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരമായാണ് ഇരുവരും ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഒരുമിച്ച് മത്സരിക്കുന്നത് തങ്ങൾക്ക് ഇരട്ടി ഊർജം നൽകുന്നുവെന്ന് ഇരുവരും അഭിപ്രായപ്പെട്ടു. അപ്പോൾ എന്തായാലും വരുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടുപേർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. ഇന്റർനാഷണൽ തൈക്കോണ്ടോ സെമിനാറിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ സാധിച്ച സ്വപ്ന സാഫല്യത്തിൽ തൈക്കോണ്ടോ പരിശീലകൻ പയ്യന്നൂരിലെ പുലിക്കോട്ടിൽ സാം സക്കറിയ. തൈക്കോണ്ടോയ്ക്ക് പുറമെ തികഞ്ഞ ഒരു യോഗ പരിശീലകനും കൂടിയാണ് സാം സക്കറിയ. ഇന്റർനാഷണൽ തൈക്കോണ്ടോ സെമിനാറിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത സാം സക്കറിയയും കുടുംബവുമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഇതൊരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് തന്നെ പറയാം അല്ലേ? കേരളത്തെ പ്രതിനിധീകരിച്ച് ഇന്റർനാഷണൽ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിലൊക്കെ സെമിനാറിലൊക്കെ പങ്കെടുത്തു. ഈ ഒരു മൊമെന്റിൽ എന്താ തോന്നുന്നത്? ഈ മൊമെന്റിൽ തൈക്കോണ്ടോ പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയായാലും ഒരു ഇൻസ്ട്രക്ടറായാലും അതിൻ്റെ തലതൊട്ടപ്പം എന്നുള്ള ആൾ ഈ തൈക്കോണ്ടോ ഫോം ചെയ്ത കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹമാണ് ഇപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ആൾ. അവരാണ് ഈ തൈക്കോണ്ടോ എന്ന ഈ ആർട്ട് ഫോം ചെയ്ത് ജനറൽ ചോയ് ഹോങ്ഹിയുടെ മകൻ ചോയ് ജുംഹ, അദ്ദേഹമാണ് ഈ ആർട്ട് ഫോം ചെയ്ത ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കീഴിൽ ഒരു ട്രെയിനിങ് ലഭിക്കുക വെച്ചാൽ ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം കിട്ടിയൊരു സംഭവമാണ്. കസാക്കിസ്ഥാനിലെ അൽമാട്ടിയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ തൈക്കോണ്ടോ സെമിനാറിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാനും തൈക്കോണ്ടോയുടെ ഇന്നുള്ള തലതൊട്ടപ്പന്റെ കീഴിൽ പുതിയ രീതികളിൽ പരിശീലനം നേടാനും സാധിച്ച സന്തോഷത്തിലാണ് പയ്യന്നൂരിലെ സാം പുലിക്കോട്ടിൽ സക്കറിയ. തൈക്കോണ്ടോയുടെ സ്ഥാപകൻ ജനറൽ ചോയ് ഹോങ്ങിയുടെ മകനും ഇന്റർനാഷണൽ തൈക്കോണ്ടോ ഫെഡറേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റുമായ ഗ്രാൻഡ് മാസ്റ്റർ ചോയ് ജുങ്ഹയുടെ നേതൃത്വത്തിൽ കസാക്കിസ്ഥാനിലെ അൽമാട്ടിയിൽ വെച്ചു നടന്ന IIC, IUC, ICC എന്നീ ഇന്റർനാഷണൽ തൈക്കോണ്ടോ പരിശീലനത്തിൽ പങ്കെടുത്ത ഇന്ത്യയിൽ നിന്നുള്ള 6 പേരിൽ കേരളത്തിൽ നിന്നുള്ള ഏക വ്യക്തിയാണ് സാം സക്കറിയ. ഇതിനു മുൻപ് നേപ്പാൾ, ദുബായ്, ഗോവ, ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഇന്റർനാഷണൽ തൈക്കോണ്ടോ സെമിനാറുകളിൽ പങ്കെടുക്കാൻ സാം സക്കറിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. തൈക്കോണ്ടോ ITFൽ 6-വേ ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് നേടി അപൂർവം ഒരാൾ എന്നതിനു പുറമെ തികഞ്ഞ ഒരു യോഗ പരിശീലകനും കൂടിയാണ് സാം സക്കറിയ. 1991 മുതൽ ഈ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന സാമിന്റെ കീഴിൽ പയ്യന്നൂർ, കേളോത്ത്, തൃക്കരിപ്പൂർ, കുന്നരു, എടാട്ട്, പുഞ്ചക്കാട്, മഹാദേവ ഗ്രാമം എന്നിവിടങ്ങളിലായി ഒട്ടനവധി വിദ്യാർത്ഥികൾ തൈക്കോണ്ടോ പരിശീലനം നേടിവരുന്നുണ്ട്. ഒന്ന് കുടുംബത്തെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അലീന. ഞാൻ ഏറ്റവും ഇളയ ഡോക്ടറാണ്. പഠിക്കുന്നുണ്ട്? തൈക്കോണ്ടോ പഠിക്കുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. ഇപ്പം എത്രാം ക്ലാസ് മുതലാണ് പഠിച്ചു തുടങ്ങിയത്? ഞാൻ ചെറുതിൽ തന്നെ പഠിക്കുന്നുണ്ട്. അന്നേരം ഇപ്പോൾ റെഡ് ബെൽറ്റാണ്. ഞാൻ ആൽവിൻ. ഞാനിപ്പോൾ ACCA പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഞാൻ ബ്ലാക്ക് ബെൽറ്റ് 10th ആയി. 2018 ടൈമിൽ ബ്ലാക്ക് ബെൽറ്റായി. ഇപ്പോൾ പപ്പയെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഭാര്യയാണ്. ഇതിൻ്റെ പേര് ഡിൻസി സാം. എന്തായാലും സാം സക്കറിയവും കുടുംബവും ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. ജില്ലാ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് കരിവെള്ളൂരിൽ നിന്നും മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് സജീവമായി. കരിവെള്ളൂർ പ്രാന്തംചാലിലാണ് സ്ഥാനാർത്ഥികൾ വോട്ട് തേടിയെത്തിയത്. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന AV ലേജുവും ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 9ാം വാർഡ് സ്ഥാനാർത്ഥി K സുലോചനയുമാണ് വോട്ട് തേടി ജനങ്ങളിലേക്ക് എത്തിയത്. പാർട്ടി പ്രവർത്തകരും സ്നേഹിതരും കൂടി ചേർന്നാണ് ഇവർക്ക് വേണ്ടി വോട്ട് ചോദിച്ചത്.
കടകളിലും വീടുകളിലും കയറിയിറങ്ങി ഇവർ വോട്ട് ചോദിച്ചു. നാടിന് മികച്ച നേട്ടമുണ്ടാക്കാൻ തങ്ങൾക്ക് വോട്ട് നൽകണമെന്നും അഭ്യർത്ഥിച്ചു. സർക്കാർ മുന്നോട്ട് വെച്ച നിരവധി പ്രവർത്തനങ്ങളും 100% പൂർത്തിയാക്കാൻ ഈ ഒരു അവസരത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തുടർന്ന് അങ്ങോട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ കരിവള്ളൂർ ഡിവിഷനിൽ നിന്നും സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. പൂർണ്ണമായി ജനങ്ങളുടെ പിന്തുണ കൂടെ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. പി രമേശൻ, കെ ഗോപാലകൃഷ്ണൻ, കെ രവീന്ദ്രൻ മാസ്റ്റർ, മനുരാജ്, കെ സന്തോഷ് തുടങ്ങിയവരൊപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ കോറോം 7-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോർ ജീവനക്കാരൻ MV ഉണ്ണിക്ക് സഹപ്രവർത്തകർ കെട്ടിവെക്കാനുള്ള തുക നൽകി. പ്രസിഡന്റ് K ജയരാജ് തുക കൈമാറി. പയ്യന്നൂർ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ കോറോം 7-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോർ ജീവനക്കാരൻ MV ഉണ്ണിക്ക് സഹപ്രവർത്തകർ കെട്ടിവെക്കാനുള്ള തുക നൽകി. കോഓപ്പറേറ്റീവ് സ്റ്റോറിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് K ജയരാജ് തുക കൈമാറി. 7-ാം വാർഡിന്റെ സ്ഥാനാർത്ഥി ശ്രീ MV ഉണ്ണി അനുബന്ധിച്ചിരിക്കുന്ന പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോറിലെ നല്ലവരായ പ്രവർത്തകർ. ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ സ്ഥലത്തും അവരുടെ പ്രദേശങ്ങളിൽ ശക്തമായ മത്സരമാണ്. ജനാധിപത്യ പ്രക്രിയ വീണ്ടെടുക്കുന്ന പ്രക്രിയയ്ക്ക് വേണ്ടി ഈ ഡിസംബർ 13 നടക്കുന്നു. സ്റ്റോർ സെക്രട്ടറി K ശരത് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രമോദ് CV സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആംപിയർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ITI സീസൺ 2 ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ആംപിയർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ITIയുടെ ആഭിമുഖ്യത്തിൽ സീസൺ 2 ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മത്സരങ്ങളിൽ 1-ാം വർഷ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ബാച്ച് ചാമ്പ്യന്മാരായി. പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ KK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ M വിജയൻ, സീനിയർ ഇൻസ്ട്രക്ടർ നഷാദ് ബീരാൻ, സ്റ്റാഫ് അംഗങ്ങളായ ഗോപിനാഥൻ PK, സജിൻ രാജ്, ഷീല ജയപ്രകാശ്, സവിത MK, ആദിത്യചന്ദ്രൻ, സജിന PV, ദീപ PV എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ നോർത്ത് AUP സ്കൂളിൽ വിഭവമേള സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പയ്യന്നൂർ സബ് ജില്ലാ നൂൺമിൽ ഓഫീസർ സിന്ധു TA ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ നോർത്ത് AUP സ്കൂളിൽ വിഭവമേള സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പയ്യന്നൂർ സബ് ജില്ലാ നോൺമിൽ ഓഫീസർ സിന്ധു TA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക പ്രീത, P സുമന, സൗഭാഗ്യ, ഗോപിക തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ നോർത്ത് AUP സ്കൂളിൽ നടന്ന നാടൻ പലഹാരമേള അതിന്റെ വ്യത്യസ്തത കൊണ്ട് തന്നെ ശ്രദ്ധേയമായി. നാടൻ പലഹാരങ്ങളാണ് മേളയിൽ പൂർണ്ണമായും ഒരുക്കിയത്. കരിവെള്ളൂർ നോർത്ത് AUP സ്കൂളിൽ ഒരുക്കിയ നാടൻ പലഹാരങ്ങൾ വൈവിധ്യം കൊണ്ടും മാത്രമല്ല രുചി കൊണ്ടും വ്യത്യസ്തമായി. കുട്ടികൾക്ക് പലഹാരമേള ഉത്സവമായി മാറി. പാഠഭാഗത്തെ പഠന ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. നൂൽപുട്ടും ഇഡ്ഡലിയും അടയും മുതൽ ഉണ്ണിയപ്പവും കൽത്തപ്പവും പഴംപൊരിയും വരെ മേളയിൽ ഇടം പിടിച്ചു. ഇന്ന് നമ്മുടെ സ്കൂളിൽ പലഹാരമേളയാണ് നടക്കുന്നത്. നമ്മുടെ പാഠഭാഗത്തിൽ പലഹാരങ്ങളെ കുറിച്ചുണ്ട്. നമ്മുടെ ഇന്ന് നല്ലോണം പലഹാരമുണ്ട്. ഇന്ന് നമ്മുടെ സ്കൂളിൽ നമ്മുടെ അമ്മമാരുണ്ടാക്കിയ നിരവധി പലഹാരങ്ങളുണ്ട്. പഴംപൊരി, ഉള്ളിവട തുടങ്ങിയ നിരവധി പലഹാരങ്ങൾ നമ്മുടെ സ്കൂളിലുണ്ട്. ഭക്ഷ്യവസ്തുക്കളുടെ പ്രാധാന്യവും പ്രസക്തിയും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു മേളയുടെ ലക്ഷ്യം. രക്ഷിതാക്കളുടെ പൂർണ്ണമായ പങ്കാളിത്തം മേളയിലുണ്ടായി. പ്രഥമാധ്യാപിക പ്രീത, പാചകത്തൊഴിലാളി P സുമന, PTA പ്രസിഡന്റ് ശിവാനന്ദൻ തുടങ്ങിയവർ നാടൻ പലഹാരമേളയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU പയ്യന്നൂർ ബ്രാഞ്ച് കുടുംബ സംഗമം CITU ഹാളിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. LIC AOICITU പയ്യന്നൂർ ബ്രാഞ്ച് കുടുംബ സംഗമം CITU ഹാളിൽ LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി MK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കുടുംബസംഗമം തീരുമാനിച്ചു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ സ്ഥാനാർത്ഥികൾക്ക് ഹാരാർപ്പണം നടത്തി. CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ,
LICAOI സംസ്ഥാന കമ്മിറ്റി അംഗം C. സുനിത, LICAOI ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ AP മുരളീധരൻ, T. രാമചന്ദ്രൻ എന്നിവർ അഭിവാദ്യം ചെയ്തു. LICAOI ബ്രാഞ്ച് സെക്രട്ടറി CK സജീവൻ അധ്യക്ഷത വഹിച്ചു. M. ചന്ദ്രൻ, VV രജിത, LDF സ്ഥാനാർത്ഥികളായ T. വിജയൻ, MV രവി, V. അനിത, PV സൗമ്യ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യന്നൂർ നഗരസഭാ തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും വൻ ജനാവലിയോടൊപ്പം പ്രകടനമായി നഗരസഭയിലെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ആലപ്പടമ്പ ഏറ്റുകുടുക്കയിലെ BLO അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഫോൺ സമഗ്രമായി പരിശോധിക്കാൻ പോലീസ്. ആത്മഹത്യയിലേക്ക് നയിച്ച മുഴുവൻ കാരണങ്ങളും പരിശോധിക്കുവാൻ തീരുമാനം. പയ്യന്നൂരിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ച് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് നേതൃത്വം. വഴിയോര കച്ചവടം കാരണം പയ്യന്നൂരിലെ വ്യാപാരികൾക്ക് വ്യാപാരമാന്ദ്യം അനുഭവപ്പെടുന്നുവെന്നാരോപിച്ചാണ് വ്യാപാരികളുടെ ഇടപെടൽ. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. DCC നിർവാഹക സമിതി അംഗം DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.